തൃശൂർ വലപ്പാട് കോതകുളത്ത് സമുദ്ര തീരത്തോട് ചേർന്നുള്ള സുകുമാര എന്ന ഡോക്ടർ ദീപുവിന്റെ ഉടമസ്ഥതയിലുള്ള ഭവനവും അതിനോടനുബന്ധമായ പൂർണ്ണ ജൈവ പച്ചക്കറിത്തോട്ടവും പ്രശസ്തനായ ജൈവ കർഷകനും ഇക്കോളജി വിദഗ്ധനുമായ KV ദയാൽ സാർ സന്ദർശിച്ചു. സുകുമാരയുടെ മുറ്റത്തുള്ള മുല്ലത്തറയിൽ ജ്യോതി തെളിയിച്ച് ജ്യോതിമന്ത്രം ഉരുവിട്ട് ചടങ്ങിന് ഔപചാരികത കുറിച്ചു. ജ്യോതിയാണ് ഈശ്വരൻ, സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ, സ്നേഹമാണ് കരുണയാണ്, ജ്യോതിയാണ് ഈശ്വരൻ, നാദമാണ് ഈശ്വരൻ, താളമാണ് ഈശ്വരൻ, നാദമാണ് താളമാണ്, ജ്യോതിയാണ് ഈശ്വരൻ, ജ്ഞാനമാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ, ജ്ഞാനമാണ് ബോധമാണ്, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ. ജ്യോതി തെളിയിച്ചതിന് ശേഷം ആദ്യ ആനന്ദിയുടെ വിളവെടുപ്പ് ദയാൽ സാർ നിർവഹിച്ചു. ആനന്ദിയുടെ ആദ്യത്തെ വിളവെടുപ്പ് ആനന്ദി കുക്കുംബർ. കേക്ക് മുറിക്കുന്നതിന് പകരം കുക്കുംബർ മുറിച്ച് അതിഥികൾക്കും തൊഴിലാളികൾക്കും ദയാൽ സാർ സമ്മാനിച്ചു. സുകുമാരയുടെ ഈ തോട്ടത്തിൽ നിന്നും ലഭ്യമായ പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ ഒരു സദ്യയും സംഘാംഗങ്ങൾക്കും അതിഥികൾക്കും തയ്യാറാക്കി. തികച്ചും ആരോഗ്യകരമായ സമുദ്രതീരത്തിന്റെ കാറ്റും ശ്വാസവും ശബ്ദവുമൊക്കെയായി ഒരു സദ്യയും കഴിച്ച് സുകുമാരയുടെ പരിസരത്തുള്ള മനോഹാരിതയിൽ പടർന്നു നിൽക്കുന്ന പച്ചക്കറിത്തോട്ടവും ശേഷം സുകുമാരയുടെ മുകൾ തട്ടിൽ നിന്നുള്ള സമുദ്രത്തിന്റെ മനോഹര കാഴ്ച ദയാൽ സാറും ഡോക്ടർ ദീപുവും ഇരുന്ന് ആസ്വദിച്ചു. ശേഷം സംഘാംഗങ്ങൾക്ക് ഈ ഭവനത്തിന്റെ നിർമ്മിതിയെക്കുറിച്ചും ഇതിന്റെ നിർമ്മാണ വൈവിധ്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു നൽകി. വിവിധ സംസ്ഥാനങ്ങളിലെ മുള കൊണ്ട് മനോഹരമാക്കിയ ഈയൊരു ഭവനം ഏറെ സുന്ദരവും മനോഹരവും ജീവനുള്ളൊരു ഭവനം കൂടിയാണ്. ഇതിലുള്ള മുളകൾ കേടുകൂടാതെ കാലങ്ങളോളം സൂക്ഷിക്കുന്നതിലുള്ള ശാസ്ത്രീയതകളെക്കുറിച്ച് ഇരുവരും സംഘാംഗങ്ങൾക്ക് വിശദീകരിച്ചു നൽകി. ഡോക്ടർ ദീപുവിന്റെ വലിയൊരു പുസ്തക ശേഖരവും കണ്ട് സുകുമാരയുടെ വിളവുകളുടെ ഗുണമേന്മയെ ദയാൽ സാർ വിലയിരുത്തി. വിദേശികളടക്കം സന്ദർശനത്തിനെത്തുകയും ചികിത്സ തേടുകയും ചെയ്യുന്ന സുകുമാരയുടെ പുറകുവശത്തുള്ള ട്രീറ്റ്മെന്റ് റൂമും അതിലെ സൗകര്യങ്ങളും KV ദയാൽ സാർ വിലയിരുത്തി. സുകുമാരയുടെ പരിസരം പച്ചപ്പും ഹരിതാപവുമാക്കുവാൻ സജ്ജീകരിച്ച മുളകളിലെ പൂച്ചട്ടികളും മറ്റു പച്ചക്കറി വിഭവങ്ങളും പടർവള്ളികളിലെ കായ്കളും സന്ദർശിച്ച് സുകുമാരയുടെ പ്രധാന തോട്ടമായ സമുദ്രതീരത്തെ തോട്ടത്തിന്റെ പ്രധാന പരിപാലകനായ സജീവ് സാറുമായി സംവദിച്ച് കൃഷിയിലെ കോട്ടങ്ങളെയും നേട്ടങ്ങളെയും ദയാൽ സാർ വിശദീകരിച്ചു. മറ്റു സംഘാംഗങ്ങൾക്ക് ഏറെ സന്തോഷം പകരുന്നതും ഏറെ ആനന്ദം ലഭിച്ച ഒരു സന്ദർശനം കൂടിയായിരുന്നു ഇത്. കടൽ വെള്ളം കൃഷിക്ക് എങ്ങനെ അനുയോജ്യമാക്കാം, അതിൽ നിന്നും ഫലങ്ങൾ കായ്ക്കുമ്പോൾ മനുഷ്യനെത്ര ഉപകാരമാകും എന്നതിനെക്കുറിച്ച് വിശദീകരിച്ചു. മറ്റു കൃഷിയിലെ പോരായ്മകളും നേട്ടങ്ങളും എഴുതി നൽകി. ഇതൊരു തുടക്കമായിക്കൊണ്ട് പറ്റാവുന്ന ഇടങ്ങളിലെല്ലാം വ്യാപിപ്പിക്കാൻ ഞങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ദയാൽ സാർ മടങ്ങി. തന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഗുരുനാഥനോടും മറ്റു സംഘാംഗങ്ങളോടും ഡോക്ടർ ദീപു നന്ദി അർപ്പിച്ചു.